ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? നമ്മുടെ കൺമുന്നിൽ കേരളം വെട്ടിമുറിക്കപ്പെടുകയാണോ? ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിപത്ത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആവർത്തിക്കാൻ പോവുകയാണോ? കേവലം ഭരണപരമായ സൗകര്യം എന്ന് പറഞ്ഞ് ഇന്ന് ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം നാളെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളിയായി മാറുമോ? കാസർഗോഡ് നടന്ന സമസ്തയുടെ 100ാം വാർഷിക പ്രമേയങ്ങൾ വെറും ആവശ്യങ്ങളല്ല, മറിച്ച് കേരളത്തിന്റെ ഭൂപടം മാറ്റിവരിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ തുടക്കമാണ്. ഭാരതം ലോകശക്തിയായി കുതിക്കുമ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തെ മധ്യകാല യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിൽ നടക്കുന്നത് ഭീകരമായ അജണ്ടകളാണോ? പരിശോധിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. കേരളം ഇതൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മതേതരത്വം എന്നത് ചിലർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു മറ മാത്രമായി മാറി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് ഓരോ മലയാളിയും ഞെട്ടിയിരിക്കുന്നു. മലപ്പുറം ജില്ല വിഭജിക്കണം, പെരുന്നാളിന് 3 ദിവസം അവധി വേണം, വെള്ളിയാഴ്ച നമസ്കാരത്തിന് തടസ്സമാകാത്ത രീതിയിൽ പരീക്ഷകൾ ക്രമീകരിക്കണം. പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഇത് വെറും ഒരു മതസംഘടനയുടെ ആവശ്യമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇതിന് പിന്നിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വിടവ് നികത്താൻ സമുദായ സംഘടനകൾ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി തെരുവിലിറങ്ങുന്നു. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് നമ്മൾ അപ്പോൾ ഈ വീഡിയോയിലൂടെ തുറന്നു കാട്ടുന്നത് സമസ്തയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഗൂഢ ലക്ഷ്യങ്ങളാണ്. സമസ്തയുടെ പ്രധാന ആവശ്യം മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കുക എന്നതാണ്. 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഭരണം കാര്യക്ഷമമല്ല എന്നാണ് അവർ പറയുന്ന ന്യായം. ഒരു പ്രത്യേക സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയൊരു ജില്ല രൂപീകരിക്കുക വഴി അവിടുത്തെ ഭരണ സംവിധാനം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാമെന്ന് അവർ കരുതുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. മലപ്പുറത്തിന് അർഹമായ ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നവർ പരാതിപ്പെടുന്നു. എന്നാൽ സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കപ്പെടുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം. വികസനത്തിന്റെ പേരും പറഞ്ഞ ജില്ലയെ വെട്ടിമുറിക്കുന്നത് വിഭജന രാഷ്ട്രീയത്തിന്റെ ആദ്യ പടിയാണ്. എറണാകുളത്തെയും ഇടുക്കിയെയും അവർ ലക്ഷ്യമിടുന്നുണ്ട്. തങ്ങളുടെ വർഗീയ അജണ്ട മറച്ചു പിടിക്കാൻ അതിനുവേണ്ടി സമസ്ത എറണാകുളം, ഇടുക്കി ജില്ലകളുടെ പേരും പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇവരുടെ യഥാർത്ഥ ശ്രദ്ധ മലപ്പുറത്താണ്. ക്രിസ്ത്യൻ, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ വേർതിരിച്ച് മറ്റൊരു അധികാര കേന്ദ്രം നിർമ്മിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ജുമുഅ നമസ്കാര സമയത്ത് പരീക്ഷകൾ നടത്തരുത് എന്നതാണ് സമസ്തയുടെ മറ്റൊരു ആവശ്യം. ഒരു മതേതര സംസ്ഥാനത്ത് പരീക്ഷാ കലണ്ടർ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അവിടെ മതപരമായ പ്രത്യേക പരിഗണന ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാനുള്ള നീക്കമാണ്. ഇന്ന് നമസ്കാരത്തിന് സമയം ചോദിക്കുന്നവർ നാളെ സ്കൂളുകളിൽ മതപഠനം നിർബന്ധമാക്കണമെന്ന് പറയും. കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തേക്കാൾ മദ്രസകളിലേക്ക് ആകർഷിക്കാനും അവിടെ തീവ്രമായ ആശയങ്ങൾ പഠിപ്പിക്കാനും ഇത്തരം സംഘടനകൾ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് സമസ്തയ്ക്ക് ഇത്രയും ധൈര്യം വരുന്നത്? ഉത്തരം ലളിതമാണ്: വോട്ട് ബാങ്ക്. ഇടതുപക്ഷ സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ UDF-ന് മുസ്ലിം ലീഗിനെ പിടിച്ചു മിണ്ടാനും കഴിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മൾ വഖഫ് വിഷയത്തിലും കണ്ടത്. ഏതായാലും സൂക്ഷിക്കുക, നാളെ കേരളവും ഒരു പാകിസ്ഥാനായി മാറാനുള്ള സമയം അധികം വിദൂരമല്ല.